നമ്മളിപ്രാവശ്യം ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം നമ്മളൊട്ടും എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല നമ്മളിപ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നത്. ഏട്ടനാണെങ്കിൽ ലീവൊന്നും കിട്ടാത്തതുകൊണ്ട് ഏട്ടനും ഞങ്ങളെ കൂടെ വരുന്നില്ല കേട്ടോ. അമ്മ കുറച്ച് കാലമായിട്ട് ഇവിടെ ഗുജറാത്തിലുണ്ടെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അമ്മ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മ പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും വാമിക്കുട്ടിയും കൂടെ ഒന്ന് നാട്ടിലേക്കൊക്കെ പോകാമെന്ന്. കാരണം വേറെ ഒന്നും അല്ല കേട്ടോ, അച്ഛനും അമ്മമ്മയൊക്കെ ആയാലും വാമിക്കുട്ടിനെ കാണാൻ വേണ്ടി വല്ലാണ്ട് ഇങ്ങനെ അവളെ വല്ലാണ്ട് മിസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് വാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നി ഒന്ന് അവരെയൊക്കെ ഒന്ന് പോയി കണ്ടു വന്നാൽ എന്താന്ന്. അപ്പോൾ ഏട്ടനും എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, നീ കുറച്ച് ദിവസം നാട്ടിലൊക്കെ പോയി എല്ലാവരും ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ലീവ് നോക്കിയപ്പോൾ കിട്ടിയതുമില്ല. പക്ഷേ ഏട്ടൻ എന്തായാലും ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് വരാനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതുവരെയുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ഏട്ടൻ അങ്ങനെ ഞങ്ങളെ കൂടെ വരാത്തതുകൊണ്ട് ഒരു വിഷമം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ട്രെയിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏട്ടൻ എന്താ മോൾക്കുള്ള സ്നാക്സൊക്കെ വാങ്ങിയിട്ട് ട്രെയിനിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വാമിക്കുട്ടീനെ 2 ദിവസം ട്രെയിനിൽ തന്നെ ഇരിക്കാനല്ലോ ഞങ്ങൾ. അപ്പോൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. എന്തായാലും വലിയ വിഷമത്തോടെയാണ് ഏട്ടൻ വാമിക്കുട്ടിക്ക് ബൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ വാമിക്കുട്ടിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, അവൾ ട്രെയിനിൽ പോകാമെന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അപ്പം വാമിക്കുട്ടിക്ക് ഇതേ ട്രെയിനിൽ നിന്ന് ഞങ്ങളൊരു വാച്ചൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ അതിലൊക്കെ കുറേ നേരം കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കളിച്ച് എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ട് 2 ദിവസം ആ ട്രെയിനിലിരുന്നു എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ വാമിക്കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്തായാലും അമ്മയും കൂടെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്ത് പോയി എന്ന് തന്നെ പറയാം. കാരണം ഏട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷനില്ല, കാരണം ഏട്ടൻ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തോളൂ കേട്ടോ. പക്ഷേ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്താ പറയുക അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മാമിക്കുട്ടി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഏട്ടനോട് തന്നെയാണ്. അപ്പോൾ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഞാൻ പെട്ട അവസ്ഥയായിരുന്നു. എന്തായാലും ദേ നാട്ടിലെത്തി. അങ്ങനെ എത്തിയപ്പോൾ ദേ ഏട്ടനാണ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഇതേ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. അപ്പം ഞങ്ങൾ ഇതേ കോഴിക്കോടുള്ള പാരഗൺ ഹോട്ടലിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാരഗൺ പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമിക്കുട്ടിക്കാണെങ്കിൽ ഒരു പരിചയക്കേടും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് അവളുടെ വലിയച്ഛൻ അവൾ കാണുന്നതെങ്കിലും അങ്ങനത്തെ വലിയ പരിചയക്കേടൊന്നും അവൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ചധികം തന്നെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഫുഡൊക്കെ കിട്ടി ഒന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോയി ഒരു കുളിച്ചൊരു കിടത്തം പാസ്സാക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിത് മസാല ദോശയും അതേപോലെ വെള്ളപ്പും കറിയും എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ്. ശരിക്കും ഇപ്പം ഞാൻ നാട്ടിലൊക്കെ പോയി തിരിച്ചിവിടെ ഗുജറാത്തിലേക്ക് എത്തിയിട്ടോ. പക്ഷേ എന്നാലും എനിക്കിതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. മാമിക്കുട്ടിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വാതിലൊക്കെ തുറന്നു തരാൻ അച്ഛൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കായിരുന്നു തോന്നുന്നു. അപ്പോൾ അച്ഛൻ മാമിക്കുട്ടീനെ കണ്ടോടനെ ഓടിപ്പിടിച്ച് കെട്ടിപ്പിടിക്കലും എടുക്കലും ഒക്കെ ആയിരുന്നു. അച്ഛനാണെങ്കിൽ കാലിന് ഇപ്പം വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും അവളെ കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിൽ അച്ഛൻ്റെ വേദനയൊക്കെ മറന്നു തന്നെ പറയാം കേട്ടോ. അപ്പോൾ എടുത്ത് കൊഞ്ചിക്കലും പിന്നെ അവളുടെ പുതിയ വാച്ച് അമ്മച്ചനെ കാണിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ വാമിക്കുട്ടിയുടെ മുത്തശ്ശി വന്നു. പിന്നെ പറയണ്ടല്ലോ, ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്നെ കാണാനല്ല എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ്, വാമിക്കുട്ടിനെ കാണാനാണ് തന്നെ പറയാം കേട്ടോ. അപ്പം അച്ഛനായാലും അമ്മമ്മയായാലും ഒക്കെ മോളെ കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കൂടുതൽ. അമ്മമ്മയ്ക്കൊന്നും ഇതേ മോളെ എടുക്കാൻ തന്നെ പറ്റുന്നില്ല, എന്നാലും എടുക്കാനുള്ള കൊതി കൊണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വാമിക്കുട്ടി ആയാലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ മൊമെന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ക്യാപ്ചർ ചെയ്തത് എനിക്കൊരു ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ എത്രത്തോളം സന്തോഷം തോന്നും അല്ലേ. സത്യമായിട്ടും എനിക്ക് അത്രയും ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോസിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കത് വല്ലാത്തൊരു ഫീല് വരിക. ശരിക്കും തിരിച്ചൊന്നും കൂടെ നാട്ടിലേക്ക് പോയാലെന്നൊക്കെ തോന്നുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയാലും നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ. അതൊരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നാട്ടിലല്ലേ ഉള്ളത്. എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ, അതന്നെ ഒരു വലിയ കാര്യം അല്ലേ. അങ്ങനെ അമ്മമ്മ നമ്മുടെ വാഴയിലുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴമൊക്കെ എനിക്ക് കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയല്ലേ ഒരു നാട്ടിലെത്തിയാലൊരു പ്രിവിലേജ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. നമ്മളെ പാമ്പർ ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും കേട്ടോ നമ്മുടെ ചുറ്റും. എന്താ പറയുക, എനിക്ക് ഭയങ്കര ചില അത്രയും സന്തോഷം തോന്നിയ കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ വാമിക്കുട്ടി ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേട്ടോ അവളുടെ അമ്മച്ചനുമായിട്ട്. അപ്പം എവിടെ പോവുകയാണെങ്കിലും ഇപ്പം നാട്ടിലെത്തിയ ശേഷം അവൾക്ക് അമ്മച്ചൻ്റെ കൂടെ തന്നെ പോകണം, അമ്മച്ചൻ്റെ കൂടെ കടയിൽ പോകണം, അമ്മച്ചൻ്റെ കൂടെ അവിടെ പോകണം, ഇവിടെ പോകണം, അമ്മച്ചൻ്റെ കൂടെ വണ്ടിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ആൾ. പിന്നെ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നന്നായിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതു. പിന്നെ വാമിക്കുട്ടി നമ്മുടെ നാടൻ കേരള തനിമയുള്ള കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കേരള തനിമയുള്ള മലയാളി പെൺകുട്ടിയായിട്ട് തന്നെ നമ്മുടെ വാമിക്കുട്ടി മാറിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ മാമിക്കുട്ടിക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു പാട്ടിലേക്ക് യു ക്യാൻ ആസ്ക് ദ ഫ്ലവേഴ്സ്, ആ പാട്ടില്ലേ, അത് എഡിറ്റ് ചെയ്തിട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവൾ ഫ്ലവേഴ്സിൻ്റെ അടുത്താണല്ലോ നിൽക്കുന്നത്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് എടുത്താണ് കേട്ടോ. പിന്നെ അതേ അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിപ്പിച്ച പായസമല്ല കേട്ടോ, പക്ഷേ എന്താണെന്നറിയില്ല, മാമിക്കുട്ടീനെ കണ്ടിട്ട് അവിടുത്തെ നമ്പൂതിരി പറഞ്ഞു ഒരു പാക്കറ്റിൽ കുറച്ച് പായസം തരാം, മോൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ. അതെനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു ഭഗവാൻ തന്നൊരു ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്തായാലും മാമിക്കുട്ടി അത് നല്ല ആസ്വദിച്ച് കുറച്ച് നേരമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇതേ തൊട്ടടുത്ത ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കായിരുന്നു. എൻ്റെ കസിൻ പ്രഗ്നൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ. അപ്പം ഞാനും എൻ്റെ ഏട്ടത്തിയും പിന്നെ എൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടെ സർപ്രൈസ് ആയിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റ് നടത്തിയതാണ്. വേറെ ഒന്നിനുമല്ല, ചെറുതായിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ആളിപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ ആൾക്കൊരു ചെറിയ രീതിയിൽ സർപ്രൈസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ജനിച്ച് വളർന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഞാനൊരു 4ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ വീടും പരിസരമൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ മാമൻ്റെ മോളാണ് എൻ്റെ രേവതീച്ചി ആണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ ആ തറവാടിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ഒരു ചാലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ ഞാൻ മാമിക്കുട്ടീനെയും മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തിയ ഒരു ഫീൽ ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊരു ഭംഗിയുള്ള സ്ഥലമല്ലേ നമ്മുടെ നാട് എന്ന് പറയുന്നത്, ഒന്നും പറയാനില്ല. എന്തായാലും മാമിക്കുട്ടിക്ക് കാഴ്ചയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടികളൊക്കെ അവിടുന്ന് ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പിടിച്ച മീനൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ മക്കൾ ഇങ്ങനെ നോക്കിക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞതൊക്കെ നമ്മുടെ മാമിക്കുട്ടിയുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കേട്ടോ ഞാൻ കാണുന്നത്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. രേവതീശൻ ഞാനെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കസിൻസ് എന്നുള്ളതിലൊക്കെ ഉപരി ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ മുന്നേ ഞങ്ങൾ ഏത് സമയം ഒരുമിച്ചായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും ഒരുമിച്ച്, ഡ്രസ്സ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും അത് വാങ്ങിക്കാൻ പോകണം ഇത് വാങ്ങിക്കാൻ എല്ലാത്തിനും ഒരുമിച്ച് നടന്ന 2 ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ ഇതാ ഇപ്പോൾ 2ാമത്തെ കുഞ്ഞുവാവയ്ക്ക് അമ്മയാവാൻ പോവുകയാണെന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞും ബേബി ബോയ് ആണ് കേട്ടോ ആൾക്ക്. അപ്പം 2 സുഖമായിട്ടിരിക്കണു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു പോവുകയാണല്ലേ. എന്തായാലും ഇനി കുറേ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കേട്ടോ. അതൊക്കെ അടുത്ത വ്ളോഗ്സിലായിട്ട് ഞാൻ പറയാം കേട്ടോ. എൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പം അതിനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണേ. അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത കഥയൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അല്ലേ.